രാവിലെ ഇലക്ഷന് പ്രചാരണത്തിന് പോകാനുള്ള തിരക്കിന് ഇടയിലാണ് പത്രം നോക്കിയപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഒരു വാർത്ത കണ്ടത്. അപ്പോൾ ഉടനെ പോലീസ് കേസ് എടുക്കുന്നു, അറസ്റ്റ് ആകാൻ സാധ്യതയുണ്ടാകുന്നു, പ്രതി ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്ത കണ്ടപ്പോൾ സാധാരണ ഒരു ജനത്തിന് തോന്നുന്ന ഒരു പ്രതിഷേധം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടതാണ്. എന്നിട്ട് ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിന് പോവുകയായിരുന്നു. പിന്നീട് അത് ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരയ്ക്കൊപ്പം എന്നുള്ള ഒരു വാക്കില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ശരിയല്ലല്ലോ, ഞാൻ ഇരയ്ക്കൊപ്പമാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. പോലീസ് ഓഫീസർ ആയിരുന്നപ്പോഴും അല്ലാതെയും ഞാൻ എപ്പോഴും വനിതകളുടെ കൂടെയാണ്, സ്ത്രീകളുടെ കൂടെയാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊന്ന് വ്യക്തത വരുത്തണം എന്ന് കരുതി മാത്രം കറക്റ്റ് ചെയ്തിട്ട ഒരു പോസ്റ്റാണ്. അതിനകത്ത് ഞാൻ നേരത്തെ എഴുതിയ എൻ്റെ വികാരങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഇത് നേരത്തെ തന്നെ പോലീസിന് എടുക്കാവുന്ന ഒരു കേസായിരുന്നു. ഒരു പരാതി ഉയർന്നു വരുമ്പോൾ പോലീസിന് സുവമോട്ടോ ആയിട്ട് FIR ഇടാം. അതിജീവിതരുടെ അടുത്ത് ചെന്നിട്ട് വനിതാ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അത് വൈകിയതിൻ്റെ ഒരു വിദ്വേഷം, അതിൻ്റെ ഒരു വിഷമം, ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു. ഒരു പ്രതിക്ക് ഇങ്ങനെ യഥേഷ്ടം ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലേ, അത് വൈകുന്നതിലുള്ള ഒരു പ്രതിഷേധവും കൂടെ ചേർത്താണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വർണ്ണക്കൊള്ളയിലെ അവരെ വമ്പന്മാരെ കൂടുതൽ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ, അല്ലെങ്കിൽ ഈ കേസെടുത്തിരിക്കുന്ന വ്യക്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ നിന്ന് മുൻകൂർ ജാമ്യം വാങ്ങാനുള്ള അവസരം ഒരുക്കുകയാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ. അത് അപ്പോൾ എങ്ങനെയാവും ഇരയ്ക്കൊപ്പം എന്ന ഒരു വാദം? ആണ്, ഇരയ്ക്കൊപ്പമാണ്. അതോടൊപ്പം തന്നെ ഈ വൈകിയ വേള, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയാണല്ലോ, തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആര് വേണമെങ്കിലും ചോദിച്ചു പോകും. പൊതുജനം ആരാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ആ ഒരു സംശയം മാത്രമാണ് ഞാൻ അവിടെ കാണിച്ചത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഇനിയിപ്പം ശ്രദ്ധ തിരിഞ്ഞു പോയി, ഇനിയിപ്പോൾ ഈ ഒരു കേസിലാകുമല്ലോ എന്നുള്ളൊരു ആശങ്കയും ഉണ്ടായിരുന്നു. ഒരു മാനസികമായും ശാരീരികമായും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീ, അതുകൊണ്ടാണല്ലോ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണോ വേണ്ടത്? നമ്മൾ പൂർണ്ണമായി അവരെ സപ്പോർട്ട് ചെയ്യല്ലേ? പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ വൈകിയതിന്റെ ഒരു വിഷമം എനിക്ക് രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ. കാരണം 3 മാസം അത് വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ നടന്നിരുന്നെങ്കിൽ അതിന്റെ വിഷമം ഇപ്പോഴേ കുറഞ്ഞേനെ, പ്രതി അറസ്റ്റിലായേനെ. ഒരു പരിഹാരം നേരത്തെ 3 മാസം മുമ്പേ ഉണ്ടാവാമായിരുന്നു. അത് ഉണ്ടാവാത്തതിന്റെ വിഷമമാണ്. മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തരം കേസുകളിൽ അതിജീവിതകൾക്ക് അവരുടേതായ സമയം വേണ്ടി വരില്ലേ? ഇത് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ? മോളെ, ഇത് എടുക്കുന്നതിൽ നമ്മൾക്ക് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല മോളെ. ഈ സംഭവം നടന്ന ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് തന്നെ. അപ്പൊ അതിന് മാനസികമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടാണ് ഈ കുട്ടി അത് പുറത്ത് ആൾക്കാരോട് പറയുന്നത്. പെട്ടെന്നുള്ളൊരു ഷോക്കിൽ പറയുന്ന കാര്യമല്ല. സംഭവം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞു, പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് പുറത്ത് പറഞ്ഞു. ആ പുറത്താവുന്ന നിമിഷം ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ന്യായ നീതിയുക്തമായിട്ട് കാര്യങ്ങൾ നീങ്ങിയേനെ.